ഒരു ടൈം മെഷീൻ ഉണ്ടാക്കി 2004 പോയാലോ? ദ ഗുഡ് ഓൾഡ് ഡേയ്സ്. 2004 കേരളത്തിൽ ജാസി ഗിഫ്റ്റ് ഒരു റെക്കോർഡ് ഉണ്ടാക്കിയപ്പോ അങ്ങ് ഇംഗ്ലണ്ടില് ആർസീൻ വെങ്കർ ആയിരുന്നു റെക്കോർഡ് ഉണ്ടാക്കിയത്. ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് ആണ് ഈ സീസൺ ആർസണലും ആർസീൻ വെങ്കറും ക്രിയേറ്റ് ചെയ്തത്. എങ്ങനെയാണ് ആർസണല് ഇൻവിൻസിബിൾസ് ആയത്? ഈ കഥയാണ് ഞാനിന്ന് പറയാൻ പോണത്. ആൻഡ് ഇത് കേൾക്കുന്നതിന്റെ ഒപ്പം സബ്സ്ക്രൈബ്. 2004 ഇൻവിൻസിബിൾസ് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. 1992 പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആർസണല് പ്രീമിയർ ലീഗ് ട്രോഫിന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. ആൻഡ് 1996 ആർസണല് അവരുടെ മാനേജറായ ബ്രൂസ് റിയോക്കിനെ സാക്ക് ചെയ്യും. ഫാൻസും മീഡിയം ഫാബിയോ കപ്പെല്ലോ, ലൂയി വാൻഹാൾ ഇങ്ങനത്തെ കുറെ പേരുകൾ പറഞ്ഞെങ്കിലും ആർസണലിന്റെ ചെയർമാനായ ഡേവിഡ് ഡീൻ ഇവരെ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു മാനേജറിനെയാണ് ഹയർ ചെയ്തത്, ആർസീൻ വെങ്കർ. വെങ്കറിനെ കൊണ്ട് പ്രീമിയർ ലീഗിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ന്യൂസ് പേപ്പറിൽ ആരാണ് ഈ ആർസീൻ എന്നായിരുന്നു ഹെഡ്ലൈൻസ്. തന്റെ ഏറ്റവും ഫസ്റ്റ് ഫുൾ സീസണിൽ തന്നെ ആർസീൻ വെങ്കർ ഇവരുടെ എല്ലാവരുടെയും ഡൗട്ട് മാറ്റി കൊടുക്കും. തന്റെ ഫസ്റ്റ് ഫുൾ സീസണിൽ തന്നെ ആർസണലും ആർസീൻ വെങ്കറും ചാമ്പ്യൻസ് ആവും. അങ്ങനെ ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ ഹിസ്റ്ററിയിൽ FA കപ്പും പ്രീമിയർ ലീഗും ജയിക്കുന്ന ആദ്യത്തെ ഫോറിൻ മാനേജർ ആർസീൻ വെങ്കർ ആവും. 90s അവസാനമായപ്പോ പ്രീമിയർ ലീഗിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റൈവലറി മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആർസണലുമായിട്ടായിരിക്കും, ആർസീൻ വെങ്കറും സർ അലക്സ് ഫെർഗ്യൂസണുമായിട്ട്. 1998 ആർസണൽ FA കപ്പും പ്രീമിയർ ലീഗും ജയിച്ച് ഡബിൾ കംപ്ലീറ്റ് ചെയ്തപ്പോ യുണൈറ്റഡ് അടുത്ത വർഷം FA കപ്പും പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും ജയിച്ച് ട്രബിൾ കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് ഇത് കഴിഞ്ഞ് ആർസണൽ 2001-2002 സീസണിൽ ചാമ്പ്യൻസ് ആവും. ആൻഡ് ഫാസ്റ്റ് ഫോർവേഡ് ഇത് 2002-2003 സീസൺ ആവുമ്പോൾ യുണൈറ്റഡ് പിന്നെയും പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആവും. ഈ ഡിഫീറ്റ് ആർസണലിനെയും വെങ്കറിനെയും നല്ല രീതിക്ക് എഫക്ട് ചെയ്യും. കാരണം ഇത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ട്രോഫിയാണ്. സീസണിന്റെ സ്റ്റാർട്ടിങ്ങിൽ കളിച്ച 9 മാച്ചില് 8 ആർസണൽ ജയിച്ചു. ആൻഡ് ആരും ആർസണലിന്റെ മുകളിൽ ഫിനിഷ് ചെയ്യില്ലെന്ന് വെങ്കർ പറയുകയും ചെയ്തു. എന്തും കൊണ്ടാണ് തന്റെ ടീം കഴിഞ്ഞ സീസൺ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആവാണ്ടിരുന്നതെന്ന് അറിയാനായിട്ട് 2003-2004 പ്രീ സീസണിൽ തന്നെ വെങ്കർ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. പല സീനിയർ പ്ലേയേഴ്സും പറഞ്ഞു ആർസണലിലെ ചാമ്പ്യൻസ് ആവാണ്ടിരുന്നത് വെങ്കറിന്റെ പ്രസ് കോൺഫറൻസ് ഒക്കെ കാരണമായിരുന്നു. കഴിഞ്ഞ സീസൺ ഒരു ടീമും ആർസണലിന്റെ മുകളിൽ ഫിനിഷ് ചെയ്യില്ലെന്ന് പറഞ്ഞതിന്റെ ഒപ്പം വെങ്കർ ഒരു കാര്യം കൂടെ പറഞ്ഞു, വേണമെങ്കിൽ ആർസണലിന് ഈ ഫുൾ സീസൺ ഇൻവിൻസിബിൾസ് ആവാമെന്ന്. ഇങ്ങനത്തെ ഒരു പബ്ലിക് അനൗൺസ്മെന്റ് ഈ ടീമിന് വല്ലാത്തൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്തു. ആർസണലിലെ ടൈറ്റിൽ ജയിക്കാണ്ടിരുന്നതിന്റെ മെയിൻ റീസൺ ഇതായിരുന്നു എന്നാണ് പ്ലേയേഴ്സ് പറഞ്ഞത്. പക്ഷെ വെങ്കർ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്തില്ല. വെങ്കർ തന്റെ ടീമിനെ നോക്കി പറഞ്ഞു, ഞാൻ അങ്ങനെ പറയാൻ കാരണം എനിക്ക് ഈ ടീമില് 100% കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണെന്ന്. നമുക്ക് വേണമെങ്കിൽ ശരിക്കും ഇൻവിൻസിബിൾസ് തന്നെ ആവാൻ പറ്റും. ആൻഡ് വെങ്കറിന്റെ ഈ വാക്കുകളായിരുന്നു എല്ലാത്തിന്റെയും സ്റ്റാർട്ടിങ്. ആർസണൽ ആ സീസണിലെ ട്രാൻസ്ഫർ വിൻഡോയില് വലുതായിട്ട് ആക്റ്റീവ് ആയിരുന്നില്ല. അവരുടെ ലെജൻഡറി ഗോൾ കീപ്പറായ ഡേവിഡ് സീമൻ റിട്ടയർ ചെയ്തതുകൊണ്ട് റീപ്ലേസ്മെന്റ് ആയിട്ട് സൈൻ ചെയ്ത ജർമ്മൻ ഗോൾ കീപ്പർ യെൻ സ്ലേമൻ ആയിരുന്നു ആർസണലിന്റെ ആ സീസണിലെ ഏറ്റവും മേജർ സൈനിങ്. ബൊറൂസിയ ഡോർട്ട്മണ്ടിൽ നിന്ന് സൈൻ ചെയ്ത യെൻ സ്ലേമൻ സ്വീപ്പർ കീപ്പർ എന്ന ജർമ്മൻ ഫുട്ബോളിംഗ് സ്റ്റൈല് ഫോളോ ചെയ്യുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ഇതിന്റെ ഒപ്പം തന്നെ ലേമൻ ഒരു നല്ല ഷോർട്ട് സ്റ്റോപ്പറുമായിരുന്നു. ഇനി സെന്റർ ബാക്സ്. സീസണിന്റെ മെജോറിറ്റിയും നോക്കുവാണെങ്കിൽ ഈ പൊസിഷൻസിൽ കളിച്ചിരുന്നത് കോലോട്ടോറയും സോൾ ക്യാമ്പലും ആണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് സെന്റർ ബാക്ക് ആയ കോലോട്ടോറെ ഫിസിക്കലും അത്ലറ്റിക്കുമായിരുന്നു. ടോറയുടെ വീക്ക്നെസ് കവർ ചെയ്യാൻ പറ്റിയൊരു പാർട്ണർ ആയിരുന്നു ക്യാമ്പലില്. കോലോട്ടോറേനെ പോലെ അത്ലറ്റിക്കും ഫിസിക്കലും ആയിരുന്നു സോൾ ക്യാമ്പലും. പക്ഷെ ഇതിന്റെ ഒപ്പം ക്യാമ്പലിന് നല്ല പേസും ഉണ്ടായിരുന്നു. റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഫ്രഞ്ച് ഡിഫൻഡറായ ലോറൻ ആയിരുന്നു. പ്രീമിയർ ലീഗിന്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു ഈ ടീമിൽ ഉണ്ടായിരുന്നത്, ആഷ്ലി കോൾ. ഒരു ഫുൾ ബാക്ക് ഇത്ര അധികം അറ്റാക്ക് ചെയ്യണത് ഇംഗ്ലീഷ് ഫുട്ബോള് അന്നേ വരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആഷ്ലി കോളിന് സപ്പോർട്ടായിട്ട് ലെഫ്റ്റ് വിംഗർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് റോബർട്ട് പിറേസ് ആയിരുന്നു. പ്രീമിയർ ലീഗിന്റെ ഹിസ്റ്ററിയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്ലെയേഴ്സ്. തന്റെ ആർസണൽ കരിയറിന്റെ സ്റ്റാർട്ടിങ്ങില് കുറെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്ത പിറേസ് 2003 ആയപ്പോഴേക്കും പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് വിംഗറായി. ഇൻഫാക്ട് ഈ ടീമിലെ ഈ സീസണിലെ സെക്കൻഡ് ഹയസ്റ്റ് ഗോൾ സ്കോറർ പിറേസ് ആയിരുന്നു. ടീമിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്നു ജിൽബർട്ടോ സിൽവ. സെന്റർ ബാക്സിനെ പ്രൊട്ടക്ട് ചെയ്യണ ഒരു ഡിസ്ട്രോയർ റോൾ ആയിരുന്നു സിൽവയുടെ. ഇതിനൊപ്പം തന്നെ ഹെഡേഴ്സ് ജയിക്കാനുള്ള ഏറിയൽ എബിലിറ്റിയും സിൽവയ്ക്ക് ഉണ്ടായിരുന്നു. നൗ ജിൽബർട്ടോ സിൽവയുടെ പാർട്ണർ ചിലപ്പോൾ പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് മിഡ്ഫീൽഡർ ആയിരിക്കും, പാട്രിക് വിയേറ.
ആ മിഡ്ഫീൽഡില് വിയേറയ്ക്ക് പറ്റാത്തതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫിസിക്കാലിറ്റിയും ഡിഫൻസീവ് സ്കിൽസിന്റെയും ഒപ്പം വിയേറയുടെ ടെക്നിക്കൽ എബിലിറ്റിയും വേൾഡ് ക്ലാസ് ആയിരുന്നു. ഓപ്പോസിഷൻ പ്ലെയേഴ്സിന്റെ പാസ് ഇന്റർസെപ്റ്റ് ചെയ്ത് ആ ബോൾ ക്യാരി ചെയ്ത് പ്രോഗ്രസ് ചെയ്യാനുള്ള വിയേറയുടെ എബിലിറ്റിയാണ് പുള്ളിനെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡേഴ്സ് ആക്കിയത്. റൈറ്റ് വിംഗർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഫ്രെഡി ലുംബർഗ് ആണ്. ലുംബർഗ് ഒരു ട്രഡീഷണൽ റൈറ്റ് വിംഗർ ആയിരുന്നു. പിറേസിനെ പോലെ അത്രയ്ക്കും അറ്റാക്കിംഗ് എബിലിറ്റി ഇല്ലെങ്കിലും ടീമിന് വേണ്ടി ട്രാക്ക് ബാക്ക് ഒക്കെ ചെയ്ത് ലുംബർഗ് നല്ലോണം ഡിഫെൻസീവ്ലിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. പ്ലസ് ബിഗ് ഗെയിംസിൽ ലുംബർഗ് വെറും ക്ലച്ച് ആയിരുന്നു. ഈ ടീമിന് ഫോർവേഡ് കളിച്ച 2 പ്ലേയേഴ്സ് അത്ര ഫേമസ് ഒന്നും ആയിരുന്നില്ല. ആൻഡ് കുറെ പേര് അവരെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഇത് മനസ്സിലാക്കിയ ആർസണല് ഫുട്ബോൾ ഫാൻസിനിടയിൽ ഇവരെ കുറച്ചും കൂടെ ഫെമിലിയർ ആക്കാൻ വേണ്ടി എമിറേറ്റ്സിന്റെ പുറത്ത് ഇവരുടെ സ്റ്റാച്ചു വച്ചിട്ടുണ്ട്. ഒന്ന് ഡെന്നിസ് ബർക്യാമ്പും മറ്റേത് തിയറി ഓൺറിയും. ബർക്യാമ്പിന്റെ ഫസ്റ്റ് ടച്ചും പാസിംഗ് റേഞ്ചും ഈ ടീമിലെ ബാക്കി ആർക്കും മാച്ച് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. ആൻഡ് ഫൈനലി ദ മെയിൻ മാൻ തിയറി ഓൺറി. സീസണിൽ കളിച്ച 37 കളിയിൽ 30 ഗോൾസ് ആണ് ഓൺറി സ്കോർ ചെയ്തത്. തിയറി ഓൺറിയുടെ ലെജൻഡറി സ്റ്റാറ്റസ് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ആയിട്ട് ഒന്നും ആഡ് ചെയ്യാനുള്ള. ഇനി തിയറി ഓൺറിനെ നിങ്ങൾക്ക് അത്രയ്ക്കും അറിയില്ലെങ്കിൽ എനിക്കാകെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിലെ ഗ്രേറ്റസ്റ്റ് എവർ പ്ലെയർ, ദ ഗോട്ട്. ജസ്റ്റ് നോക്കുമ്പോൾ ഒരു 4-4-2 ഫോർമേഷൻ ആണെങ്കിലും ആർസണൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ബർക്യാം നമ്പർ 10 റോളിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ഇതൊരു 4-2-3-1 സിസ്റ്റം ആവും. ആൻഡ് തിയറി ഓൺറി ആ സമയത്ത് ഒരു നോർമൽ സെന്റർ ഫോർവേഡിനെ പോലെ ആയിരുന്നില്ല. പിച്ചില് ഡീപ്പായിട്ട് പോയി ബോൾ കളക്ട് ചെയ്ത് ബാക്കി ടീംമേറ്റ്സിനെ കൂടെ കളിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്ലെയർ ആയിരുന്നു തിയറി ഓൺറി. ആൻഡ് ഇങ്ങനത്തെ ഒരു പ്ലേയിങ് സ്റ്റൈൽ കാരണം ഓൺറി കഴിഞ്ഞ സീസൺ 24 ഗോളും 20 അസിസ്റ്റുമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിൽ ഇന്നേ വരെ ഒറ്റ സീസണിൽ ആരും 20+ ഗോൾസും 20 അസിസ്റ്റും ചെയ്തിട്ടില്ല. ഫുട്ബോൾ ഹിസ്റ്ററി തന്നെ നോക്കുവാണെങ്കിൽ ചിലപ്പോ ഓൺറിയുടെ ഈ സെന്റർ ഫോർവേഡ് പ്ലേയിങ് സ്റ്റൈലിന് സിമിലർ ആയിട്ട് മെസ്സി മാത്രമേ ഉണ്ടാവുള്ളൂ. റൈറ്റ്, ഇനി 2003-2004 സീസൺ. ആർസണൽ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തത് എവർട്ടൺ ആയിട്ട് 2-1 ജയിച്ചാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത 3 ഗെയിംസും അവർ ജയിച്ചു. കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ ഒരു സ്ട്രോങ് സ്റ്റാർട്ട്. ആൻഡ് തന്റെ ഏറ്റവും ക്ലോസസ്റ്റ് റൈവൽസിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ ആർസണൽ ഫേസ് ചെയ്യുന്ന ദിവസം എത്തി. 21 സെപ്റ്റംബർ 2003 ഓൾ ട്രാഫോർഡ്. ബാറ്റിൽ ഓഫ് ഓൾ ട്രാഫോർഡ് എന്നാണ് ഈ ഗെയിമിന്റെ നിക് നെയിം. ആൻഡ് പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിലെ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഗെയിംസ് ആണ് ഇത്. ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ ഇതിന്റെ ഫൈനൽ സ്കോർ 0-0 ആയിരുന്നു. പക്ഷെ എന്ന് വെച്ച് ഇതൊരു ബോറിംഗ് കളി ആയിരുന്നില്ല. ഇൻഫാക്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. കളിയുടെ സെക്കൻഡ് ഹാഫില് വാൻ നിസ്റ്റൽറോയ് ആയിട്ടുണ്ടായ ഒരു ഇൻസിഡന്റില് ആർസണലിന്റെ ക്യാപ്റ്റൻ പാട്രിക് വിയേറയ്ക്ക് റെഡ് കാർഡ് കിട്ടും. വിയേറയ്ക്ക് മനഃപൂർവ്വം റെഡ് കാർഡ് മേടിച്ചു കൊടുക്കാൻ ഒരു ചെറിയ കാര്യത്തിനെ വാൻ നിസ്റ്റൽറോയ് ഊതി പെരുപ്പിച്ചു എന്നായിരുന്നു ആർസണൽ പ്ലേയേഴ്സ് പറഞ്ഞത്. കളിയുടെ ഇഞ്ചുറി ടൈമില് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു പെനാൾട്ടിയും കിട്ടും. ആൻഡ് കിട്ടിയ ഈ പെനാൾട്ടി എടുക്കാൻ വന്നത് റൂഡ് വാൻ നിസ്റ്റൽറോയ്. പെനാൾട്ടി സ്പോട്ടിൽ നിന്ന് ഒരിക്കലും മിസ് ചെയ്യാത്ത വാൻ നിസ്റ്റൽറോയ് ആ പെനാൾട്ടി എടുത്തു. ഫുൾ ടൈം ആയപ്പോൾ ആർസണൽ പ്ലേയേഴ്സും യുണൈറ്റഡ് പ്ലേയേഴ്സുമായിട്ട് ഒരു ഭയങ്കര വലിയ ഫൈറ്റും ഉണ്ടായി. ഇത് കഴിഞ്ഞിട്ട് ആർസണലിന് ഒരു വലിയ ഫൈനും അവരുടെ കുറെ പ്ലേയേഴ്സിന് സസ്പെൻഷനും കിട്ടി. പക്ഷെ എന്നാലും ന്യൂകാസിലായിട്ടുള്ള അടുത്ത കളി ആർസണൽ 3-2 ജയിച്ചു. അത് കഴിഞ്ഞിട്ട് ആൻഫീൽഡിൽ പിറേസിന്റെ ഒരു അമേസിംഗ് ഗോൾ കാരണം ആർസണൽ ലിവർപൂളിനെ 2-1 തോൽപ്പിച്ചു. പക്ഷെ നവംബർ കഴിഞ്ഞപ്പോൾ ആർസണൽ ചെറുതായിട്ട് ഫോം ഔട്ടായി. 19 ഗെയിംസിൽ നിന്ന് 46 പോയിന്റ്സ് സ്കോർ ചെയ്ത് ക്രിസ്മസ് ആയപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയി ടേബിൾ ടോപ്പേഴ്സ്. 2004 ആർസണലിന്റെ ഏറ്റവും ഫസ്റ്റ് വിൻ മിഡിൽസ്ബ്രോവിനെ 4-1 ഡിസ്ട്രോയ് ചെയ്തായിരുന്നു. ഈ മാച്ച് കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂവില് വെങ്കർ പറഞ്ഞു ആർസണൽ ഈ സീസൺ കളിച്ചതിലെ ഏറ്റവും ബെസ്റ്റ് മാച്ച് ഇതായിരുന്നു. ആൻഡ് ഇത് കഴിഞ്ഞ് ആർസണൽ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അടുത്ത 8 മാച്ചും കൺസിക്യൂട്ടീവ് ആയിട്ട് അവർ ജയിച്ചു. മാച്ച് ഡേ 27 ചെൽസിനെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ തോൽപ്പിച്ച ആർസണൽ ടേബിൾ ടോപ്പേഴ്സ് ആയി. ആൻഡ് റെയിനിങ് ചാമ്പ്യൻസ് ആയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് ആർസണൽ ഒരു 9 പോയിന്റ് ഗ്യാപ്പ് ഉണ്ടാക്കി. ഇത് കഴിഞ്ഞ് ആർസണൽ പെർഹാപ്സ് ഈ സീസണിലെ അവരുടെ ഏറ്റവും ചാലഞ്ചിങ് സ്റ്റേജിലെത്തി. പ്രീമിയർ ലീഗ് അല്ലാണ്ട് ചാമ്പ്യൻസ് ലീഗും FA കപ്പും ആർസണൽ ഫോക്കസ് ചെയ്തിരുന്നു. പക്ഷെ ഒറ്റ വീക്ക് തന്നെ അവർ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും FA കപ്പിൽ നിന്നും ഔട്ടായി. ആൻഡ് ലീഗിലെ അവരുടെ ഏറ്റവും ക്ലോസസ്റ്റ് റൈവൽസ് തന്നെയാണ് അവരെ ഈ 2 കോമ്പറ്റീഷനും നോക്കൗട്ട് ചെയ്തത്. കഴിഞ്ഞ സീസൺ പോലെ തന്നെ ആർസണൽ അവസാനം കൊണ്ട് എല്ലാം കുളമാക്കുമെന്നായിരുന്നു എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തത്. ആൻഡ് ഇവരുടെയൊക്കെ പ്രഡിക്ഷൻ ഓൾമോസ്റ്റ് കറക്റ്റുമായി. കാരണം അടുത്ത ഗെയിമിൽ
ലിവർപൂളായിട്ട് ആർസണൽ 2-1 ഡൗൺ ആയി. ആൻഡ് ഈ ഗെയിം തോറ്റിരുന്നെങ്കിൽ കഴിഞ്ഞ സീസൺ പോലെ ചിലപ്പോൾ ആർസണൽ ലീഗ് ബോട്ടിൽ ചെയ്തേനെ. പക്ഷേ ഈ കളിയുടെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ തിയറി ഹെൻറി ബീസ്റ്റ് മോഡായി. ഹാഫ് ലൈനിൽ നിന്ന് ബോൾ കളക്ട് ചെയ്ത തിയറി ഹെൻറി പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സോളോ ഗോൾസ് സ്കോർ ചെയ്ത് ആർസണലിന് 3-2 ലീഡ് കൊടുക്കും. ആൻഡ് അവസാനം ഓൺട്രിയുടെ ഹാട്രിക്കും പിറേസിന്റെ ഗോളും കാരണം ലിവർപൂളിനെ ആർസണൽ 4-2 തോൽപ്പിക്കും. ലിവർപൂളായിട്ട് 3 ഗോൾസ് സ്കോർ ചെയ്ത ഓൺട്രി ലീഡ്സ് ആയിട്ടുള്ള അടുത്ത മാച്ചിൽ 4 ഗോൾസ് സ്കോർ ചെയ്യും. ആൻഡ് ആർസണൽ 5-0 ജയിക്കുകയും ചെയ്യും. ആൻഡ് ചെൽസിയും യുണൈറ്റഡും ഇതേ സമയത്ത് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത കാരണം ആർസണൽ ചാമ്പ്യൻസ് ആവാൻ 1 പോയിന്റും കൂടെ മതിയാവും. അവരുടെ നെക്സ്റ്റ് ഒപ്പോണൻസ് ടോട്ടൻഹാം ഹോട്ട്സ്പർ. പിറേസിന്റെ വിയറയുടെ ഗോൾസ് കാരണം ആർസണൽ 2-0 അപ്പാവും. ഓൾദോ സ്പേഴ്സ് കംബാക്ക് ചെയ്ത് 2-2 ആക്കിയെങ്കിലും ആർസണൽ അവരുടെ റൈവൽസിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് ചാമ്പ്യൻസ് ആവും. ടൈറ്റിൽ ജയിച്ചതിന്റെ ഹാങ് ഓവർ കാരണം ബാക്കിയുള്ള 4 ഗെയിംസിൽ ആദ്യത്തെ 2 മാച്ചും ഡ്രോ ആവും. സെക്കൻഡ് ലാസ്റ്റ് മാച്ചിൽ ആർസണൽ ഫുൾഹാമിനെ 1-0 ബീറ്റ് ചെയ്യും. ഇന്നേ വരെ ഒരു ഇംഗ്ലീഷ് ടീം പോലും 38 ഗെയിംസ് ഉള്ള സീസണിൽ അൺബീറ്റൻ ആയിട്ടില്ല. ഇന്നേ വരെ ഒരു ഇംഗ്ലീഷ് ടീം പോലും ഇൻവിൻസിബിൾസ് ആയിട്ടില്ല. ആൻഡ് ആർസണലിന്റെയും ഹിസ്റ്ററിന്റെയും ഇടയിലേക്കാണത് ലെസ്റ്റർ സിറ്റി, റെലഗേറ്റ് ആയ ലെസ്റ്റർ സിറ്റി. ആൻഡ് ലെസ്റ്റർ സിറ്റി ഈ ഗെയിമിൽ 1-0 ലീഡ് എടുക്കും. പക്ഷേ നോ വറീസ്, ഓൺട്രി ആർസണലിന് വേണ്ടി ഈക്വലൈസ് ചെയ്യും. ആൻഡ് ഫിറ്റിംഗ്ലി ക്യാപ്റ്റനായ പാട്രിക് വിയറ ആർസണലിന് വേണ്ടിയുള്ള വിന്നിംഗ് ഗോളും സ്കോർ ചെയ്യും. ഫുൾ ടൈം 2-1 ഹിസ്റ്ററി ക്രിയേറ്റഡ്. കളിച്ച 38 ഗെയിംസിൽ നിന്ന് 90 പോയിന്റ്സ്, 26 വിൻസ്, 12 ഡ്രോസ്, 0 ഡിഫീറ്റ്സ്. സീസൺ കഴിഞ്ഞപ്പോൾ ഓൺട്രി ഗോൾഡൻ ബൂട്ടും പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദ സീസണും ജയിച്ചു. ആൻഡ് 2004 ബാലൻഡോർ റാങ്കിങ്ങിൽ 4th ഫിനിഷ് ചെയ്തു. ഇനി എല്ലാവരും ചോദിക്കുന്ന ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഈ ടീമാണോ പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ടീം എവർ? വെൽ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്ത സീസണിൽ ജോസെ മൊറീനിയോ ഇംഗ്ലണ്ടിൽ ലാൻഡ് ചെയ്യും. ആൻഡ് ചെൽസി ചാമ്പ്യൻസും ആവും. മൊറീനിയോയുടെ ചെൽസി സൈഡിന് ആർസണലിനെക്കാളും കൂടുതൽ ഗോൾസും ഉണ്ടാവും, വിൻസും ഉണ്ടാവും. ആൻഡ് വെറും 15 ഗോൾസ് മാത്രമാണ് അവർ കൺസീഡ് ചെയ്യണത്. മാൻ സിറ്റി ആയിട്ടുള്ള ഒരേ ഒരു ഡിഫീറ്റ് ഇല്ലായിരുന്നെങ്കിൽ അവരും ഇൻവിൻസിബിൾസ് ആയേനെ. ഇതിന്റെ ഒപ്പം തന്നെ പ്രീമിയർ ലീഗിലെ ഏറ്റവും ബെസ്റ്റ് ടീം എന്ന് പറയുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ 1999 ട്രബിൾ വിന്നിംഗ് ടീമും റൂണിയും റൊണാൾഡോയും ടെവേസൊക്കെ കളിച്ച 2008 ടീമും ഉണ്ടാവും. പിന്നെ 2018 പെപ് ഗോർഡിയോളയുടെ മാൻ സിറ്റിയുടെ സെഞ്ചുറിയൻസ് 99 പോയിന്റ്സ് സ്കോർ ചെയ്ത യർഗൻ ക്ലോപ്പിന്റെ 2020 ലിവർപൂൾ ടീമും ഈ കോൺവെർസേഷനിലുണ്ട്. പക്ഷെ ഞാൻ മെൻഷൻ ചെയ്ത എല്ലാ ടീംസും സീസണിൽ ഒരു വട്ടമെങ്കിലും തോറ്റിട്ടുണ്ടാവും. ആകെ ഒറ്റ ടീം മാത്രമേ ഉള്ളൂ സീസണിൽ ഫുള്ളും തോക്കാണ്ടിരുന്നത്. ആൻഡ് ആർസണൽ ഫാൻസ് ബാക്കി എല്ലാവരോടും ചോദിക്കണ പോലെ, ഈസ് യുവർ പ്രീമിയർ ലീഗ് ട്രോഫി ഗോൾഡ്? ഈസ് യുവർ പ്രീമിയർ ലീഗ് ടീം ഇൻവിൻസിബിൾസ്? സോ ദാറ്റ്സ് ഇറ്റ്. അതായിരുന്നു ആർസണലിന്റെ ഇൻവിൻസിബിൾസ്. നിങ്ങളുടെ ഒപ്പീനിയനിൽ ഇതാണോ പ്രീമിയർ ലീഗിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ടീം, അതോ ഞാൻ പറഞ്ഞ വേറെ ഏതെങ്കിലും ടീമാണോ നിങ്ങൾക്ക് പ്രീമിയർ ലീഗിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ടീമായിട്ട് തോന്നിയത്? അത് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ആസ് ഓൾവേസ് സബ്സ്ക്രൈബ്.